പെരുന്നാളിന്റെ തലേന്ന് തൊട്ട് നമുക്ക് തുടങ്ങാം. ഇത്തവണത്തെ എന്റെ പെരുന്നാൾ ഡ്രസ് ഇതാണ്. സിമ്പിൾ സ്കേർട്ട് ആൻഡ് ടോപ്പ്. എനിക്ക് കംഫർട്ടബിൾ ആകുന്ന രീതിയിൽ ഇതൊന്ന് സെറ്റാക്കി എടുക്കണം. അവര് അത്രയും വന്നപ്പോ ഇത്തിരി ബോറായി. ഇപ്പൊ കൊള്ളാല്ലേ. തലേന്ന് രാവിലെ എന്റെ പരിപാടി ഇതായിരുന്നു. സൂചിയൊക്കെ എടുത്തിട്ട് അവിടെ ഒന്ന് സെറ്റാക്കി എടുത്ത് ആ മടക്ക് വരുന്ന ഭാഗം മടക്കി വെച്ചിട്ട് ഓരോ ബ്ലാക്ക് വരയുടെ സ്റ്റാർട്ടിങ്ങിലും എൻഡിലും ഒന്ന് തുന്നി കൊടുത്തു. അതാകുമ്പോ കുറച്ച് ഒതുക്കൊക്കെ കിട്ടൂലോ. ഫൈനലി ഇങ്ങനെ കിട്ടി. ഇതിലെന്ത് മാറ്റമെന്ന് തോന്നിയവർക്ക് എനിക്ക് നല്ല മാറ്റം തോന്നി. ആ പണി കഴിഞ്ഞിട്ട് എന്താണ്ടൊക്കെ എടുത്ത് കഴിച്ച്. ആ ടൈമിൽ ഞാൻ ഓഫ്ലൈൻ ആയിരുന്നു. പിന്നെ ഉമ്മച്ചിയോടൊപ്പം കുറച്ച് തുണിയൊക്കെ മടക്കാനുള്ളത് മടക്കി വെച്ചു. ഒരു കൊച്ചു സുന്ദരി മൈലാഞ്ചി ഇടാൻ വേണ്ടി വന്നു. ആള് കുറച്ച് നേരത്തെയാണ്. അല്ലെങ്കിൽ ഒരു 7 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന മൈലാഞ്ചിടൽ പാതിരാത്രി വരെ കാണുന്നതാണ്. ആൾ ഉച്ചക്ക് തന്നെ വന്ന് അതുകൊണ്ട് വൃത്തിക്ക് ഉള്ളിലും പുറമേക്ക് ആയിട്ട് ഇട്ട് തീർക്കാൻ പറ്റും. ഒരു കാര്യം കഴിഞ്ഞ ദിവസം കാണിക്കാൻ മറന്നു. ബർത്ത്ഡേക്ക് കൊച്ചു സുന്ദരി ഒരു ഗിഫ്റ്റ് തന്നായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ സുമീതി എന്ന് പറഞ്ഞു. ഇത് കണ്ടപാടെ ഞാൻ ഹാപ്പി ആയി. ഇനി ഓപ്പൺ ചെയ്തിട്ട് കുറച്ചും കൂടി ഒന്ന് ഹാപ്പി ആവണം. അല്ലെങ്കിൽ സ്വന്തം ടൈം എടുത്ത് കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യുന്ന വർക്ക് കാണുമ്പോൾ ഒന്നും കൂടി ഹാപ്പിനെസ്. ഏത് ഗിഫ്റ്റിനും അതിന്റേതായ ഒരു പവർ ഉണ്ടല്ലോ. തെർമോക്കോളിൽ ആൾ അടിപൊളിയായിട്ട് ഒരു ഫിഗർ ഒക്കെ വരച്ചിട്ട് എനിക്ക് എന്തായാലും മൈലാഞ്ചിട്ട് കഴിഞ്ഞിട്ട് ആൾ പോയി. ഇക്കൊല്ലത്തെ അവസാന നോമ്പ് തുറ ഞാൻ എന്തേ തുറക്കാൻ പോകും. അങ്ങനെ ഈത്തപ്പഴം വെള്ളമൊക്കെ കുടിച്ചിട്ട് അതിൽ നിന്നൊരു പേരൊക്കെ കഷ്ണം എടുത്ത് കഴിച്ചു. പിന്നെ ഒരു സമൂസ അകത്താക്കി. അപ്പൊ എന്നെ നോക്കി ഒരു മുട്ട ബജി മിഴിച്ചു നിൽക്കും. പിന്നെ അതാ ചട്നിയായിട്ട് ഗ്ലാസ് അവിടെ വെച്ചതിന്റെ പുറമെ ഇതെന്തിനാന്ന് ഞാൻ പറഞ്ഞു മനസ്സിലാക്കണോ? ഈ ചിരിക്കുന്ന മുഖങ്ങളാണ് എന്റെ മനസ്സിനെ ഒന്ന് ഹാപ്പി ആക്കുക. ഓരോരുത്തർക്കും മൈലാഞ്ചി ഇട്ടു കൊടുത്തു. എല്ലാം ഒന്നും എടുത്തിട്ടില്ല എന്ന് മാത്രം. അതിന്റെ ഇടയിൽ ഒരു പടക്കത്തിന്റെ ശബ്ദം കേട്ട് ഞങ്ങൾ പോകും. നമ്മുടെ ഒരു കുഞ്ഞു ഫോളോവർ ആണ്. ആൾക്ക് നമ്മുടെ വീഡിയോസ് ഭയങ്കര ഇഷ്ടമാണ്. അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ മൈലാഞ്ചി ഇടുന്നതൊന്നും വൃത്തിക്ക് എടുത്തിട്ടില്ല കേട്ടോ. പിറ്റേന്നത്തെ എടുപ്പും കണക്കാണ്. എന്തൊക്കെയാ നിങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങൾ? ഇപ്പോഴത്തെ ട്രെൻഡിങ് സോങ് ഇല്ലേ അന്നെ പാത്തേ, അതിന് പറ്റിയ സ്റ്റെപ്പ് ഇട്ടുകൊണ്ട് ഒരാള് നമ്മളവിടുത്തെ പടക്കം പൊട്ടിക്കൽ കഴിഞ്ഞ് എല്ലാവർക്കും നല്ലൊരു ഉൾവിളി. അങ്ങനെ കണ്ടതൊക്കെ എടുത്ത് കഴിച്ച്. ഇനി പിറ്റേന്നത്തെ കാഴ്ചകളാണ്. എല്ലാവർക്കും ഈദ് മുബാറക്. രാവിലെ എണീറ്റ് മുറ്റമൊക്കെ അടിച്ചു കഴിഞ്ഞപ്പോ തന്നെ കയ്യിലേക്ക് ഒരു 550 രൂപ കിട്ടി. തൂത്തതിന്റെ കൂലിയല്ല, പൊടി കിട്ടിയതാണ്. അപ്പത്തിന്റെ ഒപ്പം കുറച്ച് വെള്ളക്കടല കണ്ടപ്പോ അതും എടുത്ത് കുറച്ച് ബീഫും കൂടി കോരി ഒഴിച്ചങ്ങ് കഴിച്ചു. കുറച്ച് ചിരിമുഖങ്ങളൊക്കെ വന്നായിരുന്നു. എല്ലാം ഒന്നും എടുത്തില്ല. പിന്നെ ഇത്താത്ത തൂത്തത്തിന്റെ പുറമെ ഞാൻ അങ്ങോട്ട് തുടച്ചെടുത്തു. ഇത് കഴിഞ്ഞ് ഫുൾ ഞാൻ ഓഫ് ആയിരുന്നു. കൊച്ചാടെ വീട്ടിൽ നിന്ന് ഫുഡ് അടിച്ചിട്ട് വീട്ടിൽ വന്ന് 2 മിനിറ്റ് കഴിഞ്ഞപ്പോ തലവേദന വെച്ചിട്ട് എണ്ണക്ക് കുറച്ച് സമയം കൊടുത്തിട്ടാണ് ഞാൻ കുളിക്കാൻ കയറിയത്. അതിന്റെ വൈകുന്നേരം എണീറ്റ് ഒരു കട്ടനും പകുതി എന്നുള്ള ബിസ്ക്കറ്റും എടുത്തിട്ട് കഴിച്ചു. ചായയുടെ ചൂട് പെട്ടെന്ന് മാറാൻ ഒരു സ്റ്റീൽ പ്ലേറ്റ് എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ചായ ഒഴിച്ചു. എന്നാൽ പെട്ടെന്ന് മാറി കിട്ടും. നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് വാപ്പിച്ച് പറഞ്ഞ ടെക്നിക്ക്. പിന്നെ കുറച്ച് തുണിയൊക്കെ പുറത്തെടുപ്പുണ്ടായിരുന്നു. അതോടി പോയിട്ട് എടുത്തു. മഴ പെയ്താൽ പിന്നെ പറഞ്ഞിട്ട് അറിയില്ലല്ലോ. പിന്നെ 2 ദിവസമായിട്ട് ഞാൻ നോട്ടോട്ടിരിക്കുന്നതാണ്. ദൈവം ഒരു പച്ചമുളകുണ്ട്. എല്ലാത്തിനും അതിൽ നിന്ന് പറിച്ചെടുത്ത് അങ്ങനെ അതും കഴിഞ്ഞു. പെരുന്നാളൊക്കെ ആയതുകൊണ്ട് കുറെ കസിൻസ് ഒക്കെ വീട്ടിൽ വന്നു. അത് കഴിഞ്ഞപ്പോൾ പുട്ടും കടലയും ബീഫും കൂട്ടി ഞാൻ അടിച്ചു. എല്ലാവരായിട്ട് ബീച്ചിലേക്ക് ഒന്ന് പോകാൻ പ്ലാൻ ആക്കിയത്. എന്തായാലും നടന്നില്ല. ഇപ്പൊ എന്തായാലും നല്ല തിരക്കായിരിക്കും. ടൈം 10 ആയിട്ടുണ്ട്. എന്തായാലും പോയി കിടന്ന് ഉറങ്ങട്ടെ.